അർച്ചന ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നത് ആ 25 കോടി അടിച്ച ഭാഗ്യശാലി എവിടെയാണ് എന്നറിയാനാണ്. ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുകയാണ്. അർച്ചന, ഇന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ, അതോ രഹസ്യമായി തന്നെ ഈ വിവരം സൂക്ഷിച്ച് രഹസ്യമായി തന്നെ ഇരിക്കാനാണോ ഒരുപക്ഷെ ആ ഭാഗ്യശാലി താല്പര്യപ്പെടുന്നത്? മനു, നമ്മളും അത് ഏറെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഭാഗ്യശാലി കാണാമറയത്ത് തന്നെയാണ്. 25 കോടി അടിച്ചത് ആരാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ലതീഷ് ആയിരുന്നു താരം. ലതീഷിൻ്റെ കടയിൽ നിന്നാണ് ഈ 25 കോടി അടിച്ച ആള് ലോട്ടറി വാങ്ങിയത്. പിന്നീട് ലതീഷ് ചില സൂചനകളൊക്കെ നൽകിയെങ്കിലും അതിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തായാലും ലതീഷ് പറയുന്നത് നെട്ടൂരുകാർക്ക് തന്നെയാണ് അടിച്ചത്, നെട്ടൂരുകാരിക്കാണ്, ഒരു ഭാഗ്യവതിയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ അദ്ദേഹം ഈ ഭാഗ്യവതി, അതായത് ലോട്ടറി അടിച്ചയാൾ മാധ്യമങ്ങളെ കാണും 12 മണിക്കെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് അവരുടെ സ്വകാര്യതയാണെങ്കിൽ പോലും കേരളം ഉറ്റുനോക്കുന്ന ഒരു ആകാംക്ഷയോടെയും കൗതുകത്തോടെയും എല്ലാം കാത്തിരിക്കുന്ന ഒരു നിമിഷങ്ങളാണ്. എന്തായാലും ആ ഭാഗ്യവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ അല്ലെങ്കിൽ പുറത്തേക്ക് വരുമോ എന്നാണ് എന്തായാലും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. 25 കോടി അടിച്ചതാണ്. എന്തായാലും ഒരു സാധാരണക്കാരിയായ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന നെട്ടൂരുകാരി തന്നെയാണ് ഈ ലോട്ടറി അടിച്ച ആളാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്തായാലും നമുക്കതിലൊരു വ്യക്തതയില്ല. എന്തായാലും ആള് പുറത്തു വന്നാൽ മാത്രമാണ് അതിലൊരു കൃത്യമായ വിവരം നമുക്ക് പുറത്ത് പറയാനും കഴിയുള്ളൂ. എന്തായാലും ആ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അവർ ചിലപ്പോൾ വന്നില്ല എന്നും വരാം, എങ്കിൽ ചിലപ്പോൾ ഇന്ന് അവർ വന്നെന്നും വരാം. എന്തായാലും എല്ലാവരെയും പോലെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും എല്ലാം നമുക്ക് കാത്തിരിക്കുകയാണ്. എന്തായാലും നെട്ടൂരിൽ നിന്നാണ് അവർ, ലതീഷിൽ നിന്നാണ് ഈ 25 കോടിയുടെ ലോട്ടറി എടുത്തത്. വൈറ്റിലയിലെ ഭഗവതി ഏജൻസീസ് നിന്നാണ് ഈ ലതീഷ് വാങ്ങിയത്. എന്തായാലും കൊച്ചി വിട്ട് ഈ ഭാഗ്യം പോയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആരാകും ഇതെന്ന് പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും എല്ലാം തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ചിലപ്പോൾ അവർ ഈ പ്രത്യക്ഷപ്പെടില്ല എന്നും വരാം. എന്തായാലും ബാങ്കിൽ ഈ ലോട്ടറി ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ മറ്റു നടപടിയിലേക്ക് കടക്കുക. എന്തായാലും ലതീഷും ഒപ്പം നാട്ടുകാരും കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത് ആ ഭാഗ്യശാലിയെ തന്നെയാണ്. എന്തായാലും ആ ഭാഗ്യശാലി ഇന്ന് പുറത്തേക്ക് വരുമോ എന്നാണ് നമ്മളെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.